എല്ലാവർക്കും നമസ്കാരം. അഗസ്ത്യമുനി ക്രൗഞ്ചാസനെ ശപിച്ച കഥയാണ് പറയുന്നത്. ദക്ഷിണ ദിക്കിലേക്കുള്ള തൻ്റെ ദിവ്യയാത്രയിൽ മഹർഷി ശ്രേഷ്ഠനായ അഗസ്ത്യമുനി താരകാസുരൻ്റെ നഗരമായ മായാപുരിയിലേക്കാണ് പുറപ്പെട്ടത്. എന്നാൽ മാർഗമധ്യേ മായാജാലങ്ങളുടെ അധിപനായ ക്രൗഞ്ചാസുരൻ അദ്ദേഹത്തെ തടയാൻ കാത്തു നിന്നിരുന്നു. ഭൂമിയെ സ്വർഗമാക്കിയും സ്വർഗത്തെ ഭൂമിയാക്കിയും മലയെ സമുദ്രമാക്കിയും സമുദ്രത്തെ മലയാക്കിയും യാത്രികരെ വഴിതെറ്റിക്കുന്നതിൽ ക്രൗഞ്ചാസുരൻ അതീവ നിപുണനായിരുന്നു. അഗസ്ത്യ മഹർഷി വരുന്നത് കണ്ട് ക്രൗഞ്ചാസുരൻ സ്വയം പല ശിഖരങ്ങളുള്ള ഒരു മലയായി മാറി വഴിയെ തടഞ്ഞു. മലമധ്യത്തിലൂടെ കാണപ്പെട്ട ഇടുങ്ങിയ വഴികളിലൂടെ മഹർഷി നിർഭയനായി മുന്നേറി. പുകയും അഗ്നിജ്വാലകളും ഇടിമുഴക്കവും അന്ധകാരവും പാതയെ മൂടിയെങ്കിലും ഈശ്വരചരണങ്ങളിൽ ഉറച്ച മഹർഷിയുടെ യാത്രയ്ക്ക് യാതൊരു ഭംഗവും സംഭവിച്ചില്ല. മായ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ അഗസ്ത്യ മഹർഷി കോപാവേശനായി തൻ്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് ആ മായാമലയെ ആഞ്ഞുകുത്തി. അതിൻ്റെ ആഘാതത്തിൽ ക്രൗഞ്ചമല നടുങ്ങി പിളർന്നു. അപ്പോൾ മഹർഷി ക്രൗഞ്ചാസുരനെ ശപിച്ചു. നീ മലയായി തന്നെ നിലകൊള്ളുകയും രാക്ഷസന്മാരുടെ ഒളിസങ്കേതമായും ശിവനിന്ദ ചെയ്തവർക്ക് ഉപദ്രവമായും തീരുകയും ചെയ്യുമെന്ന് ശപിച്ചു. ഒടുവിൽ ശ്രീ പരമേശ്വരപുത്രനായ സ്കന്ദദേവൻ്റെ ദിവ്യവേലായുധം നിനക്ക് നാശം വരുത്തുമെന്നും പ്രഖ്യാപിച്ചു. ഇങ്ങനെ ക്രൗഞ്ചാസുരനെ ശപിച്ച ശേഷം അഗസ്ത്യമുനി നിർവിഘ്നം തൻ്റെ ദിവ്യയാത്ര തുടർന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ സത്യം മാത്രമാണ്: ധർമ്മത്തിനും ദൈവവിശ്വാസത്തിനും മുന്നിൽ മായയും അസുരശക്തികളും നിലനിൽക്കില്ല. മുരുക ഭഗവാന്റെ ഇതുപോലെ കഥകൾ കേൾക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.